Let's welcome Rajita Santosh from Thrissur. ഞാൻ മഴകാക്കം വേഴാമ്പലല്ല, പെട്ടെന്നൊരു ദിനം പൊട്ടിമുളച്ച വെള്ളക്കൂണുമല്ല. ഒരുപാട് പുരുഷ വികാരങ്ങൾ വ്രണപ്പെടുത്തിയൊരു പെൺഹൃദയം. എന്തുവിനറിയുമോ, രതിയുടെ ബാലപാഠങ്ങൾ എന്നെ ആദ്യമായി പഠിപ്പിച്ചു തന്നത് അച്ഛൻ. പിന്നീട് എത്രയോ പേർ. ഇപ്പോ ഇതാ സ്മാർത്ഥ വിചാരവും. പിന്നെ എല്ലാം പറഞ്ഞത് ചെറിയമ്മയായിരുന്നു. ആ ശാപക്കറ അതെന്നെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ? അതും പൂർണ്ണതയുടെ ഉത്തരം മാത്രം. ഓരോ തവണയും താത്രി പകർന്നുകൊടുത്ത ആനന്ദത്തിനൊടുവിൽ താത്രിയുടെ രഹസ്യ ഗ്രന്ഥത്തിൽ എന്നെ പ്രാപിച്ചവൻ്റെ പേരും നാളും തിഥിയും എഴുതി വയ്ക്കപ്പെട്ടത് ആരും അറിഞ്ഞില്ല. ശരിയാണ്, വലിയ വലിയ ഉത്തരങ്ങൾ അവശേഷിപ്പിക്കുന്ന വലിയ വലിയ ചോദ്യങ്ങൾ. അതല്ലേ നമ്മുടെ സമുദായം. നാം ചെയ്യാനുള്ളത് നാം ചെയ്യണ്ടേ? പിന്നെയും ഒരു മഴ പെയ്തു തീർന്നു. താത്രിക്ക് അഹങ്കരിക്കാൻ ഒന്നും ബാക്കി വയ്ക്കാതെ ഇനിയും ഒളിച്ചിരുന്ന് എനിക്ക് ഞാനാവണ്ട. അതിനു മുമ്പ് കേവലം ഒരു മനുഷ്യ സ്ത്രീയെങ്കിലും ആവണം. ഞാൻ താത്രിക്കുട്ടി, കുറിയെടുത്ത് താത്രി, പെൺപെരുമയും ശക്തിയും തെളിയിക്കാൻ ഇറങ്ങി ആ വിധിക്ക് തന്നെ കീഴടങ്ങി ഏട്ട. അല്ല അല്ല, ഒരു പുല്ലും ഒരു പുഴുവും താത്രിയോട് ചോദിച്ചില്ല എന്തേ താത്രി എന്ന്. തലയൊന്ന് ഉയർത്താനാവാതെ, ശുദ്ധവായു ശ്വസിക്കാനാവാതെ, വിളക്കെണ്ണയുടെയും താളിയോലയുടെയും ഗന്ധം മാത്രം ശ്വസിക്കാൻ വിധിക്കപ്പെട്ട സമുദായം. ലളിതാ സഹസ്രനാമം ഉരുവിട്ട് വ്യഭിചരിക്കാനും കൗബീനത്തുമ്പിൽ സ്ത്രീയെ കെട്ടിയിടാനും മാത്രം അറിയാവുന്ന വർഗം. മറക്കുള്ളിൽ നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ശരി ഇത് മാത്രമായിരുന്നു. ആ ശരിയിലൂടെ മുഖം മറച്ച 64 തെറ്റുകളെ ഞാൻ കണ്ടു. 64 മുഖങ്ങളല്ല, 64 കോടി വിറയ്ക്കുന്ന കണ്ണുകളാണ് ഞാൻ കണ്ടത്. ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഈ താത്രി? സ്വയം കത്തിയെറിയേണ്ടി വന്നെങ്കിലും ഇത്രയെങ്കിലും ഈ താത്രിക്ക്. ഈ ഇരുട്ട് അതാ എൻ്റെ വെളിച്ചം. താത്രിയിൽ നിന്നും സാധനത്തിൽ നിന്നുമുള്ള വെളിച്ചം, കാലങ്ങളിൽ നിന്നും കാലങ്ങളിലേക്കുള്ള വെളിച്ചം, ഈ സമുദായത്തിൽ നിന്നുമുള്ള വെളിച്ചം.